യഹെസേക്കൽ 31 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 11 ആണ്ട് 3 മാസം 1 തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത്, നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ? അസൂർ ലബാനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരുവായിരുന്നല്ലോ. അതിന്റെ തുഞ്ചം മേഘങ്ങളോളം എത്തിയിരുന്നു. വെള്ളം അതിനെ വളർത്തി ആഴി അതിനെ ഉയരുമാറാക്കി. അതിന്റെ നദികൾ തോട്ടത്തെ ചുറ്റി ഒഴുക്കി. അത് തന്റെ ഒഴുക്കുകളെ വയലിലെ സകല വൃക്ഷങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു കൊടുത്തു. അതുകൊണ്ട് അത് വളർന്നു വയലിലെ സകല വൃക്ഷങ്ങളെക്കാളും പൊങ്ങി. അത് വെള്ളത്തിന്റെ പെരുപ്പം കൊണ്ട് പടർന്ന് തന്റെ കൊമ്പുകളെ പെരുക്കി ചില്ലികളെ നീട്ടി. അതിന്റെ ചില്ലികളിൽ ആകാശത്തിലെ പറവ ഒക്കെയും കൂടുണ്ടാക്കി. അതിന്റെ കൊമ്പുകളുടെ കീഴെ കാട്ടുമൃഗമൊക്കെയും പെറ്റുകിടന്നു. അതിന്റെ തണലിൽ വലിയ ജാതികളൊക്കെയും പാർത്തു. ഇങ്ങനെ അതിന്റെ വേര് വളരെ വെള്ളത്തിനരികെ ആയിരുന്നതുകൊണ്ട് അത് വലുതായി കൊമ്പുകളെ നീട്ടി ശോഭിച്ചിരുന്നു. ദൈവത്തിന്റെ തോട്ടത്തിലെ ദേവദാരുക്കൾക്ക് അതിനെ മറപ്പാൻ കഴിഞ്ഞില്ല. സരള വൃക്ഷങ്ങൾ അതിന്റെ കൊമ്പുകളോട് തുല്യമായിരുന്നില്ല. അരിഞ്ഞിൻ വൃക്ഷങ്ങൾ അതിന്റെ ചില്ലികളോട് ഒത്തിരുന്നില്ല. ദൈവത്തിന്റെ തോട്ടത്തിലെ ഒരു വൃക്ഷവും ഭംഗിയിൽ അതിനോട് സമമായിരുന്നതുമില്ല. കൊമ്പുകളുടെ പെരുപ്പം കൊണ്ട് ഞാൻ അതിന് ഭംഗി വരുത്തിയതിനാൽ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലെ സകല വൃക്ഷങ്ങളും അതിനോട് അസൂയപ്പെട്ടു. അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അത് വളർന്നു പൊങ്ങി തുഞ്ചം മേഘങ്ങളോളം നീട്ടി. അതിന്റെ ഹൃദയം തന്റെ വളർച്ചയെങ്കിൽ ഗർഭിച്ചു പോയതുകൊണ്ട് ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനോട് ഇടപെടും. അതിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാർ അതിനെ വെട്ടി തള്ളിയിട്ടു. അതിന്റെ കൊമ്പുകൾ മലകളിലും എല്ലാ താഴ്വരകളിലും വീണു. അതിന്റെ ശാഖകൾ ദേശത്തിലെ എല്ലാ തോടുകളുടെയും അരികത്ത് ഒടിഞ്ഞു കിടക്കുന്നു. ഭൂമിയിലെ സകല ജാതികളും അതിന്റെ തണൽ വിട്ടിറങ്ങി അതിനെ ഉപേക്ഷിച്ചുപോയി. വീണു കിടക്കുന്ന അതിന്റെ തടിമേൽ ആകാശത്തിലെ പറവയൊക്കെയും പാർക്കും. അതിന്റെ കൊമ്പുകളിടയിലേക്ക് കാട്ടുമൃഗമൊക്കെയും വരും. വെള്ളത്തിനരികെയുള്ള സകല വൃക്ഷങ്ങളും ഉയരം ഹേതുവായി ഗർഭിക്കുകയോ തുഞ്ചം മേഘങ്ങളോളം നീട്ടുകയോ വെള്ളം കുടിക്കുന്നവരായ അവരുടെ സകല ബലശാലികളും തങ്ങളുടെ ഉയർച്ചയെങ്കിൽ നിഗളിച്ചു നിൽക്കുകയോ ചെയ്യാതിരിക്കേണ്ടത് തന്നെ. അവരെയൊക്കെ മനുഷ്യബുദ്ധന്മാരുടെ ഇടയിൽ കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂടെ ഭൂമിയുടെ അധോഭാഗത്ത് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. യഹോവ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപം കഴിപ്പിച്ചു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടി നിപ്പാൻ തക്കവണ്ണം അതിന്റെ നദികളെ തടുത്തു. അത് നിമിത്തം ഞാൻ ലബാനോനെ കറുപ്പുടിപ്പിച്ചു. കാട്ടിലെ സകല വൃക്ഷങ്ങളും അത് നിമിത്തം ക്ഷീണിച്ചു പോയി. ഞാൻ അതിനെ കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തെങ്കിൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. ഏദനിലെ സകല വൃക്ഷങ്ങളും ലബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. അവയും അതിനോടുകൂടെ വാളാൽ നിഹതന്മാരായുടെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങിപ്പോയി. അതിന്റെ തുണയായി അതിന്റെ നിഴലിൽ ജാതികളുടെ മധ്യേ പാർത്തവർ തന്നെ. അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏദനിലെ വൃക്ഷങ്ങളിൽ ഏതിനോട് തുല്യമാകുന്നു. എന്നാൽ നീ ഏദനിലെ വൃക്ഷങ്ങളോടുകൂടെ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും. വാളാൽ നിഹതന്മാരുടെ കൂടെ നീ അഗ്രചർമ്മികളുടെ ഇടയിൽ കിടക്കും. ഇത് ഫറവോനും അവന്റെ സകല പുരുഷാരവും തന്നെ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.